ഇന്നത്തെ ബൈബിൾ വായന ഭാഗം യിരെമ്യാ 9:23. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതകൾ കണ്ട് രാവും പകലും വിലപിക്കുന്ന ഒരു പ്രവാചകനായ യിരെമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജനത്തിനെതിരായി ദൈവം പ്രഖ്യാപിച്ച ശിക്ഷാവിധിയുടെ കയ്പുനീര് യിരെമ്യാവിനും കുടിക്കേണ്ടി വന്നു. സത്യം തിരിച്ചറിയുകയോ സംസാരിക്കുകയോ ചെയ്യുവാൻ കഴിയാതെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഒരു തട്ടാൻ വെള്ളിയും പൊന്നും ഉലയിൽ ഉരുക്കി ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ ഉരുക്കി ശോധന ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം ജനത്തെ അറിയിക്കുന്നത് നിങ്ങളുടെ ജ്ഞാനത്തിനോ നിങ്ങളുടെ ശക്തിക്കോ ധനത്തിനോ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയില്ല. ആയതിനാൽ അതിലൊന്നും പ്രശംസിക്കുവാനോ പൊങ്ങച്ചം പറയുവാനോ സാധിക്കുന്നതല്ല. സ്വന്തം ജ്ഞാനത്തിൽ പുകഴ്ത്തുകയോ അഭിമാനിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നവർ വിഡ്ഢികളാണ്. പല ആളുകളും അവരുടെ ശാരീരിക ശക്തിയിലോ രൂപത്തിലോ പ്രശംസിക്കുന്നു. എന്നാൽ ഓർക്കുക, നമ്മുടെ ഭൗതിക ശരീരം നമ്മെ നിരാശപ്പെടുത്തുന്നതാണ്. കൂടാതെ ആളുകൾ പലപ്പോഴും അവരുടെ പണത്തിലും സമ്പാദ്യത്തിലും പ്രശംസിക്കുന്നു. ധനം ഒരിക്കലും നമ്മെ സന്തോഷിപ്പിക്കുകയില്ല. കാരണം എത്ര സമ്പാദ്യമുണ്ടായാലും കൂടുതൽ കൂടുതൽ വേണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നു. തിരുവചനം പറയുന്നത്, നിങ്ങൾക്ക് എന്തിലെങ്കിലും അഭിമാനിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്ന വസ്തുതയെക്കുറിച്ച് അഭിമാനിക്കുക. യഹോവയായ ദൈവം ഭൂമിയിൽ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. ദൈവത്തെ ഗ്രഹിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രശംസയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.